നമ്മളൊരു സ്പീക്കർ ബോക്സ് അസംബിൾ ചെയ്യുമ്പോൾ സ്പീക്കർ ബോക്സ് ഡിസൈൻ ചെയ്യുക അല്ല അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് 3 വേ വേണോ അല്ലെങ്കിൽ 2 വേ വേണോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ ഉപയോഗിച്ചിട്ട് ചെയ്യണോ മിഡ് റേഞ്ചും മറ്റു കാര്യങ്ങളും ട്യൂട്ടറും ഒക്കെ ഉപയോഗിച്ച് ചെയ്യണോ അങ്ങനെയുള്ള സംശയങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് മിഡ് റേഞ്ച് സ്പീക്കർ ഉപയോഗിച്ചാലും ഫുൾ റേഞ്ച് സ്പീക്കർ ഉപയോഗിച്ചാലും തമ്മിലുള്ള മ്യൂസിക് നമ്മൾ കേൾക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് ഒരുവിധപ്പെട്ടവർക്ക് അറിയാം. അപ്പോൾ മ്യൂസിക്കിൽ ഇവർ തമ്മിൽ വെക്കുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത് അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഒരു ഡിഫറൻസ് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മിഡ് റേഞ്ചും ട്യൂട്ടറും വൂഫറുമായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യാം. അതല്ല വെച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഫുൾ റേഞ്ച് സ്പീക്കറും ഒരു ട്യൂട്ടറും മാത്രം മതിയാവും. അതെങ്ങനെ അതിൻ്റെ വ്യത്യാസം വരുന്നു നമുക്ക് പ്ലേ ചെയ്ത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ പേര് അലക്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റിന് എടുത്തത് രണ്ടും സിപ്പിൻ്റെ സ്പീക്കേഴ്സാണ്. ഒന്ന് സിപ്പിൻ്റെ മിഡ് റേഞ്ച്, ഒന്ന് സിപ്പിൻ്റെ ഫുൾ റേഞ്ച്. അപ്പോൾ അത് രണ്ടും 8 ohms ആണ്. നമുക്ക് 5 ഇഞ്ചിലാണ് ഇവിടെ മിഡ് റേഞ്ച് കിട്ടിയത്, അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത്. 6 ഇഞ്ചിലാണ് നമ്മൾ ഫുൾ റേഞ്ച് സ്പീക്കറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെക്കിങ്ങിൽ ഒരു ചെറിയ വ്യത്യാസം ഈ വലുപ്പത്തിൻ്റെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ എന്നാലും അത്രയ്ക്ക് വലിയൊരു ഡിഫറൻസ് ആയിട്ട് നിങ്ങൾക്ക് വർക്കിങ്ങിൽ അറിയില്ല. അപ്പോൾ നമ്മൾ ചെക്കിങ്ങിൽ കൂടുതൽ മനസ്സിലാവും. ചെക്കിങ്ങിൽ എന്ന് പറയുമ്പോൾ ഒരു മ്യൂസിക് ഇട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ വ്യത്യാസം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 3 വേ സ്പീക്കർ, അതായത് ഒരു മിഡ് റേഞ്ച്, ഒരു ട്യൂട്ടർ, ഒരു വൂഫറും വെച്ചിട്ട് ഒരു 3 വേ സ്പീക്കർ ചെയ്യുകയാണെങ്കിൽ ഒരു ക്രോസ് ഓവർ ചെയ്താൽ നമുക്ക് അതിനകത്ത് ഫുൾ റേഞ്ചായി. ആ സ്പീക്കർ ബോക്സ് ഫുൾ റേഞ്ചായി. എല്ലാ റേഞ്ചിലുള്ള ഫ്രീക്വൻസീസും ആ 3 ഡ്രൈവേഴ്സും കൂടി ഡെലിവറി ചെയ്യും. അതാണ് ഈ 3 വേ ഈ മിഡ് റേഞ്ച് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട്. അതേസമയം നമ്മളൊരു ഫുൾ റേഞ്ച് വെക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഡിഫറൻസ് കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇങ്ങനെ വേറെ തന്നെ ഒരു മിഡ് റേഞ്ച് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് ഒരു വൂഫർ സ്പീക്കർ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതും ഒരു ഫുൾ റേഞ്ച് സ്പീക്കറും ഒരു ട്വീറ്ററും വെച്ചാൽ നമുക്ക് ആ ചാനൽ സ്പീക്കർ ടോപ്പ് സ്പീക്കർ കറക്റ്റായി. അതായത് ഫുൾ റേഞ്ച് ഫ്രീക്വൻസി ഈ സ്പീക്കർ കൂടെ ഡെലിവർ ആവും. കുറച്ചും കൂടെ ഒരു ഹൈ ഫ്രീക്വൻസി, അതായത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹൈ ഫ്രീക്വൻസി ട്രബിൾ ട്യൂട്ടറിലൂടെ ഡെലിവർ ആവും. നമുക്ക് എക്സ്ട്രാ ബാസ് വേണമെങ്കിൽ ഇത് രണ്ടായാലും ശരി നമുക്ക് സബ് വൂഫർ ആഡ് ചെയ്യണം, എന്നാലേ നമുക്ക് ആ കൂടുതൽ പവർഫുൾ ഡീപ്പ് ബേസ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഏത് സെലക്ട് ചെയ്യണം എന്ന് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരികയെന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യം, നമ്മുടെ ആ ഒരു ബഡ്ജറ്റും മനസ്സിൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. നമുക്ക് ഏത് തരത്തിലുള്ള സ്പീക്കർ സിസ്റ്റം വേണമെന്നുള്ളത് അതനുസരിച്ചിട്ട് തീരുമാനിക്കാം. അതായത് ഫ്രീക്വൻസി സെപ്പറേറ്റ് ആയിട്ട് ഓരോ തരം ഡ്രൈവേഴ്സ് കൂടി ഡെലിവർ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. കറക്റ്റായിട്ട് നമ്മൾ പാർട്ടീഷൻ, അതായത് ക്രോസ് ഓവർ സെറ്റ് ചെയ്താൽ ഫ്രീക്വൻസി ലെവൽ സെറ്റ് ചെയ്തിട്ട് ആ ഒരു സ്പീക്കർ കൂടെ വരിക, അടുത്ത ലെവൽ മറ്റൊരു സ്പീക്കർ കൂടെ വരിക, അങ്ങനെ ആവുന്നതിൻ്റെ ആ ഒരു പ്രത്യേകത, ആ ഒരു ഡീറ്റെയിലിംഗ് എനിക്ക് അതാണ് കൂടുതൽ താല്പര്യം. ഇതിന്നത് കിട്ടില്ല എന്നല്ല, എനിക്ക് ഇത് രണ്ടിൻ്റെയും സൗണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. രണ്ട് തരത്തിൽ ആണ് അസംബ്ലിങ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എൻ്റെ ഒരു യഥാർത്ഥ അഭിപ്രായം പറയുകയാണെങ്കിൽ ഫുൾ റേഞ്ച് സ്പീക്കർ ഒരു ഷോർട്ട് കട്ടായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ചെയ്യാനുള്ള ആ ഒരു കോംപ്ലിക്കേഷനും ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു എന്താ പറയുക ആ ചിലവും എല്ലാം കൂടി ഒഴിവാക്കാനുള്ള ഒരു ഷോർട്ട് കട്ടായിട്ടാണ് എനിക്ക് ഫുൾ റേഞ്ച് സ്പീക്കറിന് പറയാനുള്ളത്. സത്യത്തിൽ അതല്ല എൻ്റെ യഥാർത്ഥ ഉത്തരം, പക്ഷേ എൻ്റെ നേരിട്ടുള്ള അഭിപ്രായം അതാണ്. ഒരു ഷോർട്ട് കട്ടായിട്ട് നമുക്ക് ഒരു ഫുൾ റേഞ്ച് ഒരു ട്യൂട്ടറും വെച്ചിട്ട് ആ പണി തീർക്കാം. അത്യാവശ്യം കൈകാര്യം ചെയ്യും ഈ നമ്മളെ ഫുൾ റേഞ്ച് സ്പീക്കർ. ഒരു മിഡ് റേഞ്ച് സ്പീക്കർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊത്തം ആ ഒരു ഓഡിയോ ടോണിൻ്റെ മ്യൂസിക് ലെവലിൻ്റെ ഫ്രീക്വൻസി ലെവലിൻ്റെ മിഡ് ലെവൽ കൈകാര്യം ചെയ്യാനാണ് നമുക്ക് മിഡ് റേഞ്ച് സ്പീക്കർ. അതായത് ഇപ്പോൾ ഒരു 150 മുതൽ ഒരു 5000 ഹെർട്സ് വരെ ഉള്ള ഒരു ഫ്രീക്വൻസി നമുക്ക് ഈ മിഡ് റേഞ്ച് സ്പീക്കേഴ്സിൽ നിന്ന് കിട്ടും. അതിൻ്റെ താഴോട്ടുള്ളത് വളരെ കുറഞ്ഞിട്ടും അതിൻ്റെ 5000ൻ്റെ മേലോട്ടുള്ളത് കുറഞ്ഞിട്ടും നമുക്ക് ഇതിലൂടെ എക്സ്പീരിയൻസ് ചെയ്യും. ആ 5000ൻ്റെ മേലോട്ടുള്ളതാണ് നമ്മൾ ട്യൂട്ടറിൽ കൂടെ അടുത്ത ഹൈ ഫ്രീക്വൻസി ഡ്രൈവർ കൂടെ വരുന്നതും. 150യുടെ താഴോട്ടുള്ളത് നമുക്ക് വൂഫർ, നമ്മളൊരു ബേസ് ഡ്രൈവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ ഇടയിൽ. ഇതിൻ്റെ ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് അതിലൂടെ ആ ഫ്രീക്വൻസികളും വരും. പക്ഷേ ഫുൾ റേഞ്ച് സ്പീക്കർ ഒരു 3 വേ ഫുൾ റേഞ്ച് സ്പീക്കർ ആണെങ്കിൽ അതിൽ എല്ലാവിധ ഫ്രീക്വൻസികളും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന അതേപോലെ തന്നെ കിട്ടും. പക്ഷേ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേസ് ലാഭിക്കാനും പൈസ ലാഭിക്കാനും നമുക്ക് ഡിസൈൻ്റെ ആ കോസ്റ്റ് മെനക്കെട് കുറയ്ക്കാനും എല്ലാത്തിനും കൂടി കൂടിയിട്ടാണ് നമ്മൾക്ക് ഫുൾ റേഞ്ച് സെലക്ട് ചെയ്യാവുന്നതെന്നാണ് എൻ്റെ മറ്റൊരു അഭിപ്രായം. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഈ സെപ്പറേറ്റ് ഡ്രൈവേഴ്സ് അതാത് ഫ്രീക്വൻസിക്ക് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അത് കോസ്റ്റ് കൂടും, ഡിസൈനിന് ചിലവ് കൂടും, നമുക്ക് സ്പേസ് കൂടുതൽ വേണം, ബോക്സിന് സൈസ് കൂടും.
അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെതായ ഡീറ്റെയിലിംഗ് അപ്പോൾ ആ സ്പീക്കർ ബോക്സിൽ നിന്ന് വരും. പിന്നെ ഇവർ രണ്ടും തമ്മിലുള്ള ഡയറക്റ്റ് വ്യത്യാസങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി, ഇപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ പറയുകയാണെങ്കിൽ ഒരു ഫുൾ റേഞ്ച് സ്പീക്കർ നമുക്ക് ഒരു 100 ഹെർട്സിൻ്റെ താഴെ, അതായത് ബേസ് ഫ്രീക്വൻസി നമുക്ക് ഇതിലൂടെ കേൾക്കാം. പക്ഷേ ഒരു മിഡ് റേഞ്ച് ഫ്രീക്വൻസിയിൽ നമുക്ക് ക്രോസ് ഓവർ കൊടുത്തില്ലെങ്കിൽ ശരി ബേസ് ഫ്രീക്വൻസി കേൾക്കില്ല. 150-200 ഹെർട്സിൻ്റെ താഴെയുള്ള ഫ്രീക്വൻസികൾ വളരെ ഇല്ല എന്ന് തന്നെ പറയാം, തീരെ കേൾക്കില്ല. പിന്നെ മറ്റൊരു ഡ്രോബാക്ക് നമുക്ക് ഇപ്പോൾ ഫുൾ റേഞ്ച് സ്പീക്കറിന് പറയുകയാണെങ്കിൽ അത് ഉപയോഗിച്ചിട്ടുള്ള ഫുൾ റേഞ്ച് 2-way സ്പീക്കർ, ഒരു ഫുൾ റേഞ്ച് സ്പീക്കറും ഒരു ട്വീറ്റർ ഉപയോഗിച്ച ഒരു ബോക്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് 2 ഉപയോഗിച്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റീരിയോ ഇമേജിങ്, അതായത് 2 സ്പീക്കർ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റീരിയോ ഇമേജിങ് കിട്ടും. ആ ഇമേജിങ് അത്രയ്ക്ക് പോരാ നമ്മളെ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിൽ നിന്ന്. നമുക്ക് സ്പെസിഫിക് ഡ്രൈവേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു തരം ബോക്സ്, അതായത് 3-way ആയിട്ടും ടവറായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ബോക്സുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്റ്റീരിയോ ഇമേജിങ് കുറവാണ്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും, അതായത് മിഡ് റേഞ്ച് ഉപയോഗിച്ചിട്ടുള്ള അങ്ങനത്തെ ബോക്സുകളെക്കാട്ടും കുറവാണ് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ഉപയോഗിച്ച ബോക്സിൽ നിന്ന് കിട്ടുന്നത്. അതെൻ്റെ നേരിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ ഇനി ഡയലോഗ് നിർത്തിയിട്ട് നമുക്കിത് ജസ്റ്റ് പ്ലേ ചെയ്തിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ എക്സ്പീരിയൻസ് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് കണക്ഷൻ ഞാനിവിടെ നമ്മളെ മിഡ് റേഞ്ചിലാണ് കൊടുത്തുള്ളത്, നമുക്ക് പ്ലേ ആക്കാം. അപ്പോൾ അതിനകത്ത് മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി വരെ വരുള്ളൂ എന്നുള്ളത് ഇതിൽ കൂടെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്കിത് ഫുൾ റേഞ്ച് കൊടുത്തു നോക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഇങ്ങനെ സ്പെസിഫിക് ഡിസൈനാണ്. അതായത് 3-way ആയിട്ടും അല്ലാതെയോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈവേഴ്സ് ഫ്രീക്വൻസീസ് പുറത്തേക്ക് വിടുക. അത് അല്ലാതെ ഫുൾ റേഞ്ച് സ്പീക്കർ പ്രശ്നമോ അല്ലെങ്കിൽ കുറവുകളോ ഉണ്ടായിട്ടല്ല. എനിക്ക് തന്നെ ആ ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഫുൾ റേഞ്ച് സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ അതിൽ ഒതുങ്ങിക്കൂടേണ്ട അവസ്ഥ നമുക്ക് വരാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയതുകൊണ്ടും ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ സ്പെസിഫിക് ഡ്രൈവേഴ്സ് ഉപയോഗിക്കുക. ഊഫർ ആവശ്യത്തിന് ഡ്രൈവേഴ്സ് ഇപ്പോൾ ഒരു 2 അല്ലെ 1-2 അല്ല അതിലധികമോ നമുക്ക് ബേസ് ഡ്രൈവേഴ്സ് ഇതിൻ്റെ താഴോട്ട് ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. നമുക്കൊരു നല്ല രീതിയിലുള്ള മിഡ് ഫ്രീക്വൻസിയുള്ള ഒരു മിഡ് റേഞ്ച് സ്പീക്കർ ഉപയോഗിക്കാം. ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു ട്വീറ്റർ ഹൈ ഫ്രീക്വൻസിക്ക് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ആ 2 ചാനൽ അതുപോലെ സെറ്റ് ചെയ്താൽ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിൽ ഇപ്പോൾ ഉള്ള ആ ഒരു സങ്കല്പത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് കിട്ടില്ല, ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. അതായത് അത്യാവശ്യം എൻ്റെ അനുഭവവും നമ്മളെ മൊത്തത്തിലുള്ള വേൾഡ് വൈഡ് എക്സ്പീരിയൻസിനെ ഒക്കെപ്പാട് മിക്സ് ചെയ്തിട്ട് എൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ കുറച്ച് പോയിൻറ്റ്സ്. പിന്നെ നമ്മളിപ്പോൾ കേട്ട എക്സ്പീരിയൻസ് നമുക്കറിയാലോ. അപ്പോൾ അത് സെപ്പറേഷൻ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ സെപ്പറേഷൻ അല്ല, അതെല്ലാം ഒറ്റ ഓഫർ കൂടെ ഡെലിവറി ചെയ്യുന്നതിൻ്റെയും ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഓരോരുത്തർ കൈകാര്യം ചെയ്യുന്നതിൻ്റെയും ആ ഒരു വ്യത്യാസം എന്തായാലും നമുക്ക് സെപ്പറേറ്റ് ഡ്രൈവേഴ്സ് ഉള്ള ക്രോസ് ഓവർ ചെയ്ത ഫ്രീക്വൻസി ഉള്ള ക്രോസ് ഓവർ ചെയ്ത സ്പീക്കർ ബോക്സിൽ നിന്ന് കിട്ടും എന്നുള്ളത് സംഭവം പ്രൂവ്ഡാണ്. ഇത് മോശം എന്നല്ല ഉദ്ദേശിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഈ ഫുൾ റേഞ്ച് വെക്കുന്നവർ എന്നെ വന്നിട്ട് പ്രശ്നമാണ്, ഇത് മോശമാണെന്നൊക്കെ പറയരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. കാരണം അത് മോശമല്ല, നല്ല സൂപ്പർ സാധനമാണ് നമ്മളെ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സിന് അതിൻ്റേതായ ആവശ്യമുണ്ട്. നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്ന സ്പീക്കർ ബോക്സിന് അതിൻ്റേതായ ആവശ്യം, അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യങ്ങൾ അതാത് അവസ്ഥയിൽ അതാത് ആവശ്യങ്ങൾക്കനുസരിച്ച് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ ആവശ്യമുള്ളവർ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ആവശ്യങ്ങൾ പോലെ തന്നെ ഡിസൈൻ ചെയ്യുക. നിങ്ങൾക്ക് ഇത്രയൊന്നും ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധാ ഫുൾ റേഞ്ച് ഒരു ട്യൂട്ടർ മതിയാവും. എക്സ്ട്രാ ഒരു ബേസിന് നമ്മളൊരു സബ് ഓഫർ ആഡ് ചെയ്യുക. നിങ്ങൾക്ക് അതല്ല നല്ല സൂപ്പർ ഡീറ്റെയിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുക. ക്രോസ് ഓവർ അടക്കം ഡിസൈൻ ചെയ്തെടുത്തിട്ട് നമുക്ക് മിഡ് റേഞ്ചും ട്യൂട്ടറും ബൂഫറുകളും സബ് ഓഫറും ഉപയോഗിച്ചിട്ട് ആ സ്പീക്കർ സെറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലാണ് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.